സുന്ദരമായി തോന്നുന്ന പുകഴ്ത്തുന്ന വാക്കുകളുടെ കെണി. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടുന്നത്. ദൈവവചനത്തിൽ കാണാത്ത പുതിയ തന്ത്രങ്ങളുമായല്ല സാത്താൻ ഇന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷേ കാലക്രമേണ ദുഷ്ടന്റെ ചതിപ്രയോഗങ്ങൾ പ്രായോഗികമാക്കുവാൻ തീവ്രതയോടെ അവൻ യത്നിക്കുന്നു എന്ന് മാത്രം. ഇന്ന് ടെലിവിഷൻ, ഓൺലൈൻ വീഡിയോകൾ, മറ്റ് മാധ്യമങ്ങൾ എവിടെ നോക്കിയാലും ദൈവിക പ്രമാണങ്ങൾക്ക് വിരോധമായ പ്രവർത്തികൾ ഹാസ്യരൂപത്തിലോ നേരം പോക്കായോ വിനോദമായൊക്കെ അവതരിപ്പിക്കാറുണ്ട്. ഭൂരിഭാഗം ദൈവമക്കളും ഇതൊരു ഹാസ്യമായി കണ്ട് ഇതിൽ സന്തോഷിക്കുകയും പങ്കെടുക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് ദൈവവചനം പറയുന്നത് എന്താണെന്ന് നോക്കാം. അവർ ദോഷപ്രവർത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരുമാകുന്നു. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ വെള്ളിയെപ്പോലെ അന്വേഷിക്കുകയും നൈപുണ്യവും ദൈവികവുമായ ജ്ഞാനം മറഞ്ഞിരിക്കുന്ന നിക്ഷേപങ്ങൾക്കായി അന്വേഷിക്കുകയും ചെയ്താൽ നമ്മൾ കർത്താവിനോടുള്ള ഭക്തിയും ആരാധനയുള്ള ഭയം മനസ്സിലാക്കുകയും നമ്മുടെ സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കണ്ടെത്തുകയും ചെയ്യുമെന്നാണ്. ഒരു വിവാഹിതനോ വിവാഹിതയോ ആയിരിക്കുമ്പോൾ തന്നെ മറ്റൊരു പുരുഷനോ സ്ത്രീയോ എത്ര നല്ലതാണെന്നും ആകർഷണം ഉളവാക്കുന്നുവെന്നും സൗന്ദര്യം നിറഞ്ഞതാണെന്നും പറയുമ്പോൾ വിവേചനം, ദൈവിക തിരിച്ചറിവ് നിങ്ങളിൽ എഴുന്നേൽക്കട്ടെ. സാഹചര്യം കൃത്യമായി പരിശുദ്ധാത്മാവിൽ വിലയിരുത്തുക. വായ് തുറന്ന് സംസാരിക്കുവാൻ പരീക്ഷിക്കപ്പെടരുത്. വാതിലടച്ച് ജീവരക്ഷയ്ക്കായി ഓടിക്കൊള്ളുക. ഒരുപക്ഷെ നിങ്ങൾ വിവാഹിതനോ വിവാഹിതയോ ആയിരിക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ ജീവിത പങ്കാളി മറ്റുള്ളവർ പുകഴ്ത്തുന്നത് പോലെ പുകഴ്ത്തുന്നില്ലായിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ മറ്റൊരാളുടെ പുകഴ്ത്തലിൻ്റെ വലയത്തിൽ വീണുപോകരുത്. കൂടാതെ നിങ്ങൾ നിങ്ങളെ തന്നെ പുകഴ്ത്താതെ ഇരിക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്: ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ അന്യപുരുഷന്റെ വശത്തു നിന്നും വിടുവിക്കും. അവൻ തൻ്റെ യൗവന കാന്തയെ അല്ലെങ്കിൽ കാന്തനെ ഉപേക്ഷിച്ച് തൻ്റെ ദൈവത്തിൻ്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. അവരുടെ വീട് മരണത്തിലേക്കും അവരുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കലേക്കും ചാഞ്ഞിരിക്കുന്നു. അവരുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തിനും മടങ്ങി വരുന്നില്ല, ജീവന്റെ പാതകളെ പ്രാപിക്കുന്നതുമില്ല. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ദൈവവചനം ആവശ്യപ്പെടുന്നത്: നീ സജ്ജനത്തിൻ്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചു കൊള്ളുക. നേരുള്ളവർ, ക്രിസ്തുവുള്ളവർ, യേശുവുള്ളവർ ദേശത്തെ വസിക്കും. നിഷ്കളങ്കന്മാർ, നീതിമാന്മാർ അതിൽ ശേഷിച്ചിരിക്കും. പൊട്ടച്ചെല്ലും അസഭ്യമായ വാക്കുകളും കളിവാക്കോ തമാശയായോ ഉപയോഗിച്ച് സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവരെ സന്തോഷിക്കുവാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ ആ സ്വഭാവം നിർത്തണം. ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു വന്ന് ദൈവവചനം നിങ്ങളെ വിടുവിക്കാനായി വിശ്വസിക്കണം. ഒരുപക്ഷെ വ്യഭിചാരമോ കൊലപാതകമോ മോഷണമോ ഒന്നും തന്നെ ചെയ്യുന്നില്ലായിരിക്കാം. എന്നിരുന്നാലും കൂടി ഉടമ്പടിക്ക് വെളിയിൽ വിവാഹിതരോ അല്ലാത്തവരായ പുരുഷന്മാരോടോ സ്ത്രീകളോടോ തെറ്റായ വാക്കുകൾ പറയുന്നത് പാപമാണ്. ദൈവമുമ്പാകെ അത് പശ്ചാത്തപിക്കുകയും സദൃശ്യവാക്യങ്ങൾ ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യപ്പെടുകയും ചെയ്യണം. നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഉടമ്പടിക്കകത്ത് നിൽക്കട്ടെ. ദൈവവചനം തന്നെ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചോ നിങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ചോ നിങ്ങളോട് സംസാരിക്കട്ടെ. നാശത്തിൻ്റെ പാതയിലേക്ക് സാത്താനെ പിന്തുടരരുത്. നിങ്ങളുടെ ഹൃദയവും വായും ദൈവത്തിനെന്ന് സമർപ്പിക്കാം. വിശ്വാസത്തിൻ്റെ ഒരു ചുവട് നമുക്കിന്ന് വെക്കാമോ? ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തുവാൻ ആരംഭിക്കുക. ദൈവവചനം ഏറ്റുപറയുക. പിതാവേ, ഇന്നു മുതൽ ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ വിശുദ്ധന്മാർക്ക് ചേർച്ചയല്ലാത്തതൊന്നും തന്നെ സംസാരിക്കാതിരിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നു. അതിനു പകരം സ്തുതികളാലും സ്തോത്രങ്ങളാലും നിനക്ക് മഹത്വം തരുന്ന വാക്കുകൾ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം നിറയ്ക്കുന്നു. എൻ്റെ വായ് കൊണ്ട് ഞാൻ ജഡത്തിനോ
ദുർമാർഗത്തിനോ വ്യഭിചാരത്തിനോ പ്രേരിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുകയില്ല. ഇന്നു മുതൽ നിന്റെ വാക്കുകൾ ജീവൻ നിറഞ്ഞതും നന്മ നിറഞ്ഞതും കരുണ നിറഞ്ഞതുമായ വാക്കുകൾ മാത്രം ഞാൻ സംസാരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.